യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-18 വാക്യം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ഇതൊരു ക്ഷണമാണ്. അടുത്ത വചനം പറയുന്നത്, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഒരു കുഞ്ഞു നിർദ്ദേശം പോലും അനുസരിക്കാൻ തയ്യാറായാൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. നമുക്ക് കർത്താവിൻ്റെ വിളി, പ്രത്യേകിച്ച് ഈ പീഡാസഹന മരണ ഉത്ഥാന തിരുനാളുകളോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിനെ സ്നേഹിക്കുന്ന വിധത്തിലുള്ള നമ്മുടെ ജീവിതം നടപടികൾ നമുക്ക് ക്രമീകരിക്കാം. കുമ്പസാരം, കുർബാന സ്വീകരണം ഒക്കെ നമ്മുടെ ഉള്ളിലൊരു വിളി, ചിലപ്പോൾ കർത്താവ് വാ മക്കളെ എന്നൊരു വിളി ദൈവം തരുന്നുണ്ടെങ്കിൽ അത് കേൾക്കാത്ത മട്ട് നിൽക്കരുത്. നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് പോലും കർത്താവിൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള ആ ക്ഷണം നമുക്ക് സ്വീകരിക്കാം. കർത്താവ്, ഞങ്ങൾ നിന്നോളാം. കർത്താവെ, പല വിചാരം കൂടാതെ ശ്രദ്ധയോടുകൂടെ നിന്നോളാം. ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുക കർത്താവെ. ഞാൻ കർത്താവിൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് കർത്താവിനെ അനുഗ്രഹിച്ചത്. എനിക്കങ്ങനെ മതി. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കണ്ട് കർത്താവിനെ അനുഗ്രഹിച്ചാൽ മതി. എനിക്ക് വെറുതെ ഒന്നും വേണ്ട. ഞാൻ കർത്താവിൻ്റെ കൂടെ നിന്നോളാം. നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ നാളുകളിലൊക്കെ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളെയും, പിന്നോക്കം പോയിട്ടുള്ള എല്ലാ നാളുകളെ ഓർത്ത് അനുദപിക്കാം. ഈ കാര്യങ്ങളെല്ലാം ആദ്യ കുർബാന സ്വീകരണം നടത്തിയ ആ ദിവസം വളരെ ഉത്സാഹത്തോടെ ചെയ്തിട്ട് പിന്നെ പിന്നോക്കം പോയ എല്ലാ നാളുകളെയും ഓർത്ത് അനുദപിക്കാം. കർത്താവിൻ്റെ കൂടെ നിൽക്കാം.